നമുക്കിനി ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. ഇതിലേക്ക് കുറച്ചധികം ഫ്രൂട്ട്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാനും വന്നത്. ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു റോബസ്റ്റ പഴം, ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ഒരു അനാറുണ്ട്, പിന്നെ ഒരു ആപ്പിൾ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ്. ഇതെല്ലാം അതും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. വലിയ പീസായാലും പെട്ടെന്ന് നമ്മുടെ വായിലേക്ക് കയറ്റാനും ഇച്ചിരി പാടുണ്ട് കേട്ടോ. ഇത് അനാറൊക്കെ ഒന്ന് പൊളിച്ചിതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി അവക്കാഡോ ഒന്ന് പൊളിച്ചെടുക്കാം. അവക്കാഡോ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വട്ടത്തിൽ കണ്ടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്താലേ ഇവിടെ അവക്കാഡോ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് അതൊരു സ്കൂപ്പ് ഇട്ടിട്ട് ചെറിയ പീസാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഐസ്ക്രീം ഇട്ടതിന് ശേഷം ഒന്ന് ചെറിയ നന്നായി കുത്തി ഉടച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തേക്കുന്നത് നമ്മുടെ ബട്ടർ സ്കോച്ചാണ്. ഏത് ഐസ്ക്രീം കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി കേട്ടോ. നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ഫാമിലിക്ക് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.